ഇവിടെ യോഹന്നാൻ ആത്മാവിലായപ്പോൾ എന്താണ് സംഭവിച്ചത്? यहाँ यूहन्ना आत्मा में आ गया तो उसके साथ कौन सी बात घटा? ഒന്നാം അധ്യായം 11-ാം വാക്യം. पहला अध्याय का 11वां पद को हम पढ़ेंगे. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തിയതൈര, സാർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത് ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. जो कुछ तू देखता है उसे पुस्तक में लिखकर 7 कलीसियाओं के पास भेज दे, अर्थात इफिसुस, स्मुर्ना, पेर्गमुस, तुअतीरा, सरदीस, फिलाडेल्फिया और लवोदिकिया को इस प्रकार का एक महाशब्द, तुरहियों सा शब्द मैंने मेरे पीछे सुना. ഹല്ലേലൂയ, आमीन. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവം ഓരോരുത്തരുടെ മുൻപിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നുവെന്നാണ്. अक्सर हम इस बात को देखते हैं परमेश्वर लोगों के सामने आकर के बात करता है, അതുകൊണ്ടാണ് കവിണ്ണു വീഴുന്നത്. इसलिए वो ओदे मुंह गिरता है. പക്ഷെ ഇവിടെ പുറകിൽ ഒരു ശബ്ദം കേൾക്കുന്നു. यहाँ पर पीछे एक आवाज सुनाई दिया. Praise the Lord. യോഹന്നാൻ ദൈവത്തിന്റെ ആത്മാവിലായപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ഒരു ശബ്ദം കേട്ടു. यूहन्ना आत्मा में जब आ गया, उनका पहला जो बात उनके साथ घटा है, उसने एक आवाज को सुनी. അത് കേട്ടത് തന്റെ പുറകിലാണ്. वो आवाज उसका पीछे से सुनाई दे रहा था. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ऐसा क्यों है, मैं इसके बारे में सोचने लगा. തിയോളജിയൻസ് എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. धर्म विज्ञान के बारे में जानने वाले कई क्या कहेंगे मुझे नहीं मालूम. പക്ഷെ എന്റെ ഉള്ളിലുണ്ടായ ഒരു ചിന്ത ഞാൻ പറയട്ടെ. मेरे अंतरात्मा में प्रभु ने जो एक प्रकाशन दिया वो मैं बांटूंगा. യോഹന്നാന്റെ പുറകിൽ ആ ശബ്ദം കേട്ടു. यूहन्ना के पीछे उस आवाज सुनाई पड़ा. യോഹന്നാന്റെ മുൻപിൽ എന്താണ്? यूहन्ना के आगे क्या है? പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത് ഒരു ഭയാനകമായ ദ്വീപാണ്. पतमोस टापू एक भयानक द्वीप है. ഈജിയൻ കടലിന്റെ ഒരു ദ്വീപായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. एजियन जो समुद्र है उसका एक द्वीप के रूप में हम उसको देखते हैं. 4 ചുറ്റിരുന്ന് ആഞ്ഞടിക്കുന്ന ഈജിയൻ കടലിലെ കടൽ കാറ്റ് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തുന്ന കാറ്റായിരുന്നു. उस समुद्र में से जो हवा आते हैं वो हवा इतनी जहरीली हवा के समान है जो स्वास्थ्य को खराब करते हैं. വളരെയധികം പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു ദ്വീപായിരുന്നു പത്മോസ്. और वो जो टापू है बहुत सारे चट्टानों से भरा हुआ था. ഞാൻ കരുതുന്നു തനിക്ക് മുമ്പ് നാടുകടത്തപ്പെട്ട പല വ്യക്തികളും അവിടെ കിടന്ന് മരിച്ച് അവരുടേതാകുന്ന ശവശരീരങ്ങൾ ഒരുപക്ഷെ അഴുകി നാറുന്നുണ്ടാകാം. അതിനു മുമ്പ് മരിച്ചവരുടെ അസ്ഥികൂടങ്ങളും അവിടെ ഉണ്ടായേക്കാം. मैं अपने भावनाओं में देखता हूं उनसे पगले तड़ीपार का सजा भुगतने के लिए गए हुए लोग वहां पर मर के उनके लाशें पड़े होंगे या उनके कंगाल वहां पर पड़े हुए बिखरे पड़े थे. ഇതൊക്കെയാണ് തന്റെ മുൻപിലുള്ളത്. इसके उनके आगे इस प्रकार का एक अवस्था है. ദുർഗന്ധവമിക്കുന്ന അവസ്ഥ, यहाँ पर बदबूदार एक हालत, ഭയപ്പെടുത്തുന്ന അവസ്ഥ, डरावना हालत, ഭയങ്കരമായ പാറക്കെട്ടുകൾ, ऊंचे ऊंचे पहाड़, പ്രതികൂലമായ കാറ്റ് ആഞ്ഞു വീശുന്നു, उनके विरोध में उड़ने वाले तूफान और आंधी, ഏകാന്ത നിറഞ്ഞ അനുഭവം, अकेलापन का शिकार का हालत, രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. यहाँ से कैसे बचेंगे कोई उम्मीद नहीं थे, आगे अंधकार. ഇതൊക്കെയാണ് തന്റെ മുൻപിലുള്ളത്. उनके आगे ये सारे हालात हैं. ഹല്ലേലൂയ, आमीन. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കർത്താവ് പുറകിൽ ഒരു ശബ്ദം കേൾപ്പിച്ചു. इस कारण हो सकता है प्रभु पीछे से आवाज दी. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തി അവൻ ദൈവ ശബ്ദത്തിലേക്ക് തിരിയേണ്ടതാണ്. परमेश्वर के आत्मा से भरने वाला एक व्यक्ति परमेश्वर की आवाज की ओर देखना है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നിന്റെ മുൻപിലുള്ളതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടേണ്ടതില്ല. आपके आगे जो परेशानियां हैं उसके बारे में सोच करके व्याकुल मत हो जाइए. പരിശുദ്ധാത്മാവ് നമ്മളെ എപ്പോഴും കർത്താവിലേക്ക് ദൈവത്തെങ്കിലേക്ക് നമ്മളെ തിരിച്ചുവിടുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. पवित्र आत्मा हमेशा हमें परमेश्वर की ओर मुड़ने में सहायता करने के लिए आता है. ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് അവന്റെ പുറകിൽ ആ ശബ്ദം കേട്ടു എന്നുള്ളതാണ്. सबसे पहली बात आप इस बात को ध्यान कीजिए, आवाज यूहन्ना के पीछे से आया. ഹല്ലേലൂയ, हालेलुया. രണ്ടാമതായി ശബ്ദം കേട്ടപ്പോൾ അതിലേക്ക് താൻ തിരിഞ്ഞു. दूसरी बात है, जहां से आवाज आया उस स्थान की ओर यूहन्ना मुड़ा. ആ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. वो आवाज परमेश्वर की आवाज थी. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തി ദൈവ ശബ്ദത്തിലേക്ക്, ദൈവ വചനത്തിലേക്ക്, ദൈവത്തിലേക്ക് തിരിയുകയാണ്. परमेश्वर का आत्मा से भरा हुआ एक व्यक्ति परमेश्वर की आवाज की ओर, परमेश्वर के वचन की ओर, परमेश्वर की ओर मुड़ेंगे. റിപ്പന്റൻസ് അഥവാ മാനസാന്തരം എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള അർത്ഥം ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ്.
पश्चाताप का असली अर्थ या मन फिराव का असली अर्थ है परमेश्वर की ओर फिरो। ഹല്ലേലൂയ. हालेलुया। മുൻപിൽ നീ കടന്നുപോയിക്കൊണ്ടിരുന്ന അനുഭവങ്ങൾ, आपके आगे उन परेशानियों का हालत, പാപത്തിൻ്റെതാവുന്ന അനുഭവങ്ങൾ. पाप के वो हालत। എനിക്ക് തോന്നുന്നു റെയ്നാർഡ് ബോങ്ക ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഇങ്ങനെയാണ്. रेनार्ड बोंगे नाम का प्रभु के दास एक उदाहरण इस प्रकार कहा, സൂര്യന് എതിരായി നമ്മൾ നടക്കുമ്പോൾ जब सूरज के विरोध में जब हम चलेंगे, നമ്മുടെ നിഴൽ എപ്പോഴും നമ്മുടെ മുൻപിലായിരിക്കും. हमारे जो परछाई है हमेशा हमारे आगे होगा। കണ്ടോ, എന്റെ മുൻപിലാണ് ആ നിഴൽ. और मैं रोशनी के विरोध में जब खड़े हो जाता है, मेरे आगे होता है परछाई। എപ്പോഴും ഞാൻ കണ്ടുകൊണ്ട് നടക്കുന്ന ഈ നിഴലാണ്. मेरे परछाई को देख करके मैं चलता हूं। എന്റെ രൂപം തന്നെ ഇങ്ങനെ കറുത്ത രൂപമായി കാണും. मेरे जो रूप है वो ही अंधकार के समान दिखाई देता ആ है। ഇരുട്ടിലൂടെ അങ്ങ് നടക്കുകയാണ്. ये अंधकार में ऐसा चलता है। എന്നാൽ ഞാൻ നേരെ തിരിയുമ്പോൾ, സൂര്യനിലേക്ക് തിരിയുമ്പോൾ, पर मैं जब सूरज की ओर मुड़ जाता हूं, എന്നിൽ നേരെ പ്രകാശമടിക്കുകയും എന്റെ എല്ലാ ഇരുളടഞ്ഞ അനുഭവങ്ങളും പുറകിലേക്ക് പോവുകയും ചെയ്തു. मेरे ओर सूरज का प्रकाश आएंगे, रोशनी आएंगे, मेरे आगे का तमाम अंधकार मेरे पीछे की ओर चला जाता है। ലോകത്തിന്റെ വെളിച്ചമായ യേശുവിലേക്ക് നാം തിരിയുമ്പോഴാണ് പഴയ പാപത്തിന്റെ ശക്തികളും അന്ധകാരത്തിന്റെ ശക്തികളും സാത്താന്യ ക്രിയകളും നമ്മളെ ഭയപ്പെടുത്തുന്ന എല്ലാം പുറകിലേക്ക് പോകുന്നത്. जगत का ज्योति यीशु की ओर जब हम मुड़ेंगे, हमें डराने वाला पाप के, अंधकार के, शैतान के तमाम बातें हमारे पीछे की ओर चला जाता है। ദൈവത്തിന്റെ ആത്മാവിലായവൻ ദൈവ ശബ്ദത്തിലേക്ക് തിരിഞ്ഞു. परमेश्वर का आत्मा में जो हो गया वो परमेश्वर की आवाज की ओर मुड़ा। കാരണം ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം യോഹന്നാൻ 16:8 പറയുന്നു, युग 16:8 में परमेश्वर का वचन इस प्रकार कहता है, പരിശുദ്ധാത്മാ വന്നിട്ട് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. पवित्र आत्मा जब तुम पर आएगा वो पाप के बारे में, न्याय के बारे में, धार्मिकता के बारे में आपको बताएगा। ഹല്ലേലൂയ. हालेलुया। പാപം, ഞാൻ എന്റെ ജീവിതത്തിൽ പാപമുണ്ട്, ഞാനൊരു പാപിയാണെന്നൊരു കുറ്റബോധമല്ല, നിന്റെ ജീവിതത്തിൽ പാപമുണ്ടെന്ന് അനുദപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധം തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. मैं एक पापी हूं, ये पाप का दोष भावना नहीं, बल्कि वो पाप का पश्चाताप करने का मन पवित्र आत्मा हमें देता है। പാപിക്ക് ഒരു നീതീകരണം ആവശ്യമാണ്. അത് എവിടെ കിട്ടും? एक पापी को धर्मी बनने की जरूरत है, वो कहां मिलेगा? യോർദാൻ നദിയിലെ വെള്ളം നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമല്ല. यरदन नदी का पानी हमारा पापों से हमें धो नहीं सकता। ലോകത്തിലെ ഒരു നദിയിലെ വെള്ളത്തെയും നമ്മളെ കഴുകി ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല. जगत का कोई भी नदी में इतना पानी, वो पानी हमारे लिए पर्याप्त नहीं है, वो हमें शुद्ध नहीं कर सकता। കുറെ കൂടെ നമ്മളെ ശരീരത്തിലെ അസ്വസ്ഥമാക്കുകയും രോഗാത്മകമാക്കി മാറ്റുകയും ചെയ്തേക്കാം. कईयों का पानी हमारे शरीर को और बीमारी की ओर धकेल सकता है। നമ്മെ ശുദ്ധീകരിക്കുവാൻ കാൽവരി കൊലമരത്തിൽ നിന്ന് ഒരു നദി ഒഴുകി. हमारे शुद्धिकरण के लिए कालवरी का क्रूस में से एक नदी की धारा बही है। യേശുവിന്റെ രക്തം, यीशु मसीह का लहू। ഹല്ലേലൂയ. हालेलुया। തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. हालेलुया। परमेश्वर ने जगत से ऐसा प्यार किया है कि जो कोई उस पर विश्वास करे वो नाश न हो परंतु अनंत जीवन को पाए। അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നു. उसका पुत्र यीशु का लहू हमारे सारे पापों से धोकर हमें शुद्ध करता है। ആ ശുദ്ധീകരണത്തിലേക്ക് വരാൻ, യേശുവിലുള്ള നീതീകരണം പ്രാപിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. वो शुद्धिकरण में आने के लिए यीशु मसीह के द्वारा पापों का माफी के लिए परमेश्वर का वचन हमें आह्वान करता है। ആ നീതീകരണം പ്രാപിച്ചില്ലെങ്കിൽ ഒരു ന്യായവിധി ഉണ്ടെന്നും കൂടെ ദൈവാത്മാവ് ഓർമ്മ തരും. यदि वो धार्मिकता प्राप्त नहीं करोगे तो आपके लिए एक न्याय का दिन परमेश्वर रखा है। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഏറ്റവും അധികമായി ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ പ്രവർത്തികളിൽ ഒന്നാണ് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക്, യേശുവിലേക്ക്, ദൈവവചനത്തിലേക്ക് തിരിക്കുക എന്നുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. इसलिए पवित्र आत्मा का सबसे प्रमुख कार्यों में एक है मनुष्य को परमेश्वर की ओर मोड़ना, पाप से उनका शुद्धिकरण के लिए कार्य करना।